നമസ്കാരം. ഇന്ന് നമുക്ക് വെള്ളരിക്ക മോരുകറിയും പിന്നെ ഒരു മെഴുക്കുവരട്ടിയും കൂടെ വെക്കാവേ. ആദ്യം വെള്ളരിക്ക നമുക്ക് ചെത്തി തോല് കളയാം. തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ അകത്തെ കുരു എല്ലാം കൂടെ അരി ഒക്കെ കളഞ്ഞ് നമുക്ക് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. മോരുകറിക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൻ്റെ അകത്തെ കുരു കളയുന്നത്. അല്ലെങ്കിൽ പരിപ്പ് കറിക്കൊക്കെ ആണെങ്കിൽ കുരു കളയത്തില്ല കേട്ടോ. ഒത്തിരി മൂത്ത് പോയാണെങ്കിൽ കളയും, പിഞ്ചാണെങ്കിൽ കളയുകയില്ല. മോരുകറിക്കകത്ത് കുരു കടിച്ച ഒരു രസം ഉണ്ടാകത്തില്ലല്ലോ, അതുകൊണ്ടാണ് കുരു കളയുന്നത്. ഇപ്പം കുരുവൊക്കെ കളഞ്ഞ് കഴുകി എടുത്തുകൊണ്ട് വന്നു. ഇനി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് അരിയുന്ന സമയത്തെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. നമ്മുടെ വെള്ളരിക്ക അരിഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കീറിയിടാം. പച്ചമുളകൊന്നും അരയ്ക്കുന്നില്ല, മുളക് പൊടിയും ചേർക്കുന്നില്ല കേട്ടോ. പാടി പച്ചമുളക് അരിഞ്ഞിടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എരിവിനാവശ്യമായിട്ടുള്ളത് തന്നെ അങ്ങോട്ട് അരിഞ്ഞിട്ടോ. ഇനി അത് കറി വെക്കാനുള്ള പാത്രത്തിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും നമ്മൾ അരിഞ്ഞു വെച്ച വെള്ളരിക്കായും പച്ചമുളകും കൂടെ ചേർത്ത് കറിവേപ്പില ഇടാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവാനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് ഉപ്പും ഇട്ടു. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, വെള്ളരിക്കായ്ക്കകത്ത് വെള്ളമുണ്ട്, വെള്ളം ഇറങ്ങും. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, ചുവന്നുള്ളി ഇത്രയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഏകദേശമല്ല, നല്ലപോലെ കറിക്ക് ആവശ്യമായ രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അരപ്പും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് അരച്ചത്. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണേ. അരപ്പ് ചേർത്തു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. മൂടി വെച്ച് തന്നെ തിളപ്പിക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറട്ടെ കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തൈര്, ഉടച്ച തൈര് ഒഴിക്കാം. കട്ടത്തൈര് ഒഴിക്കല്ലേ. കട്ടത്തൈര് ഒഴിച്ചാൽ പിരിഞ്ഞ് കിടക്കുന്ന പോലെ കിടക്കും. അരപ്പ് നല്ലപോലെ തിളച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/2 ലിറ്റർ തൈര് നല്ലപോലെ ഉടച്ചതും കൂടെ ചേർത്തു. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി തിളപ്പിക്കേണ്ട, നല്ലപോലെ ചൂടാക്കി എടുക്കാം. ചെറുതായിട്ടിങ്ങനെ കൊമ്മള വരുന്നിടം വരെ ചൂടാക്കാം, തിളച്ച് മറിയണ്ട. അപ്പോൾ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. അതോടെ നമ്മുടെ വെള്ളരിക്ക മോര് റെഡിയാവേ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. മോര് ചേർക്കുന്നതിന് മുമ്പില്ലായിരുന്നു ഉപ്പ് ചേർത്ത്. മോരിൻ്റെ പുളിക്കനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ചൂടായി വരട്ടെ. വലിയ തീയിൽ വെച്ച് തിളപ്പിക്കരുത്, ചെറു തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി ചൂടാക്കി എടുക്കണം കേട്ടോ. കൈവിടാതെ ഇളക്കി നല്ല ചെറിയ തിള വരുമ്പോഴത്തേക്ക് മാറ്റി വെക്കാം. അടുപ്പിൽ നിന്ന് മാറ്റണം. അതിനി നമുക്ക് കടുക് വറുക്കാം. കടുക് വറുക്കാനുള്ള ചട്ടി വെച്ചു. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചുമന്നുള്ളി അരിഞ്ഞത് ചേർക്കാം. പിന്നെ ചുമന്ന മുളകും കൂടെ ചേർക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. കറിവേപ്പില ഞാൻ ആദ്യം ചേർത്തതുകൊണ്ട് ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ മോരുകറി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ മൂപ്പിച്ചത് അതിനകത്തോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് ചട്ടിക്കകത്ത് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇച്ചിരി മോരുകറി ചട്ടിക്കകത്തോട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ അതും കൂടെ വീണോളും. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉലുവാപ്പൊടി ഇടാം. എന്നിട്ട് ഇതിങ്ങനെ തന്നെ മൂടി വെക്കാം. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. ഫ്ലേവർ ലോക്ക് ചെയ്തത് കേട്ടോ. അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഇളക്കാം. ഇനി അടുത്തത് വെക്കുന്നത് ബീൻസും ക്യാരറ്റും കൂടിയുള്ള മെഴുക്ക് പുരട്ടിയാണേ. അതിങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ സവോള, പച്ചമുളക്, തേങ്ങാക്കൊത്ത് ഇത്ര അരിഞ്ഞിട്ടിട്ടുണ്ട്. പച്ചമുളക് എരിവിനാവശ്യമുള്ളത്. പിന്നെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടണേ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ചെറുതീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ
തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെറുതീയിൽ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്നിളക്കി നമുക്കത് റെഡിയാക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ആ മോര് ഒന്ന് തുറന്ന് നോക്കി ഇളക്കുക കേട്ടോ. കുറച്ച് നേരമായി. അപ്പോൾ അതിൻ്റെ കടുക് വറുത്തതിൻ്റെ സ്മെല്ലൊക്കെ അതേ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വെള്ളരിക്ക മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി വീണ്ടും ബീൻസ് മെഴുക്കുവരട്ടി ഒന്നുകൂടെ ഇളക്കിയിടുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനിതിനകത്ത് ഇട്ടിട്ടില്ല. തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇടുവാണെങ്കിൽ ഇച്ചിരി കളറും കിട്ടും. ഇച്ചിരി നേരവും കൂടി ഇട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരും. ഞാൻ അതിന് മുമ്പ് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. വെള്ളരിക്ക മോര് കറിയും മെഴുക്ക് പുരട്ടിയും അച്ചാറും.